യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം. ഹല്ലേലൂയാം ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈ വരുന്ന ഞായറാഴ്ച പന്തക്കുസ്ത തിരുനാൾ സഭ ആഘോഷിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിനുള്ള ഒരു ദാഹം, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാനുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37-ാം വചനം പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇത് അവൻ പറഞ്ഞത് അവൻ നൽകുവാനിരുന്ന ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം. യേശു പ്രകാരം പറഞ്ഞു, ഞാൻ പോയിട്ട് സഹായകനെ അയക്കും, അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് തീരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാതെ ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുക സാധ്യമല്ല. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരുവാൻ പോകുന്ന ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ദാഹത്തോടുള്ള പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവണം. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകി, ഏറെ താമസിയാതെ
ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്താൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനം ഏറ്റുവാങ്ങാതെ ഒരു ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യൻ്റെ തലത്തിലേക്ക് മാറ്റപ്പെടുന്നില്ല. ഗലാത്യ 6:15 പറയുന്നു, ഒരു പുതിയ സൃഷ്ടിയാവുക, ഇതാണ് പരമപ്രധാനം. പഴയ മനുഷ്യൻ ആസക്തിയുടെ അശുദ്ധിയുടെ ലോകരാജ്യത്തിൻ്റെ മനുഷ്യനെ ദൈവരാജ്യത്തിൻ്റെ ആത്മീയ മനുഷ്യനായി അഭിഷേകത്തിൻ്റെ മനുഷ്യനാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം സ്വീകരിക്കാതെ എനിക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഈ ഭൂമിയിൽ ജീവിക്കുക അസാധ്യമാണ്. നമ്മൾ ആഗ്രഹിച്ച് തീഷ്ണതാപൂർവം വലിയ ദാഹത്തോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി, ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആര് ദാഹപൂർവം പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേല പിതാവ് തൻ്റെ ആത്മാവിനെ അയക്കാൻ പോകുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനം ഏറ്റുവാങ്ങണം. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു. അപ്പസ്തോലന്മാർ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ. അവർക്ക് നേതൃത്വം നൽകുവാൻ, അവരെ പ്രാർത്ഥനയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. 120ഓളം പേര് അവിടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. പെന്തക്കോസ്താ ദിനം സമാഗതമായി. ആകാശത്തു നിന്ന് കൊടുങ്കാറ്റടിക്കുന്ന ഒരു ആരവത്തിൻ്റെ ശക്തിയോടെ അഗ്നിനാവായി പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. അവരോരോരുത്തരുടെ മേലും തീനാവുകൾ ഇറങ്ങി വന്നു. അഗ്നിനാവായിട്ട് അവിടെ മേൽ ആത്മാവ് ആവസിക്കുകയാണ്. അവിടെ മേൽ ആത്മാവിൻ്റെ തീ ഇറങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ സ്നാനമേറ്റുവാങ്ങി. ഭയത്തിൻ്റെയും ആസക്തിയുടെയും ലോകത്തിൻ്റെയും ഒക്കെ മനുഷ്യരായിരുന്ന അവരിൽ ആത്മാവിൻ്റെ തീ ഇറങ്ങുകയാണ്. ആത്മാവിൻ്റെ തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ശക്തരായിട്ട് മാറുകയാണ്. സിഹിയോൻ മാളികയുടെ മട്ടുപ്പാവിലേക്ക് വന്നു നിന്നുകൊണ്ട് പത്രോസ് പ്രസംഗിച്ചു. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 1000 മാനസാന്തരപ്പെടുന്നു, സഭയോട് ചേരുകയാണ്. പത്രോസ് എന്ന സാധാരണ മനുഷ്യനെ അസാധാരണ ആത്മീയ അഭിഷേകത്തിൻ്റെ വ്യക്തിയാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ നമുക്ക് നല്ല ശുശ്രൂഷകൾ, അഭിഷേകമുള്ള ശുശ്രൂഷകൾ ചെയ്യുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം കൊടുക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കൂടാതെ കൃപാവരങ്ങളിലും ജ്വലിച്ച ഒരു മനുഷ്യനായിട്ട് മാറുവാനായിട്ട് നമുക്ക് പറ്റില്ല. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന, ആര് ദാഹപൂർവം പ്രാർത്ഥിക്കുന്നുവോ അവർക്കാണ് പിതാവ് ആത്മാവിൻ്റെ അഭിഷേകം തരുന്നത്. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനം, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതിനു മുൻപ് ഒരു ചോദ്യമുണ്ട്. മകൻ മീൻ ചോദിച്ചാൽ അപ്പൻ പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ചോദിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ അളവില്ലാതെ ആത്മാവിനെ അവിടെ നിന്ന് തരികയാണ്. ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, ആത്മാവിൻ്റെ ശക്തി
അവിടുന്ന് നമുക്ക് തരും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ സഭയെ പീഡിപ്പിക്കുവാൻ മുന്നിൽ നിന്ന് സൗൽ എന്ന ചെറുപ്പക്കാരൻ സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അക്കൂടെ ഉണ്ടായിരുന്നു. കല്ലെറിഞ്ഞവർ അവിടെ വസ്ത്രങ്ങൾ സൗൽ എന്ന ചെറുപ്പക്കാരൻ്റെ കാൽച്ചൂട്ടിലാണ് വെച്ചത്. ഈ സൗൽ എന്ന ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കടന്നുവരവുണ്ടായി. അഹങ്കാരപൂർവ്വം കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു മിന്നലൊളി ആകാശത്തുനിന്ന് കടന്നു വരികയാ. സൗലിനെ അടിച്ചു തറയിലിട്ടു. ആ വീഴ്ച എണീറ്റ് വന്നപ്പോൾ ഇതാ പൗലോസ് മറ്റൊരു മനുഷ്യനായിട്ട് മാറുകയാണ്. ആ മിന്നലൊളി എന്ന് പറയുന്നത് ശരിക്കും ആത്മാവിൻ്റെ ഒരു സ്പർശനം തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയായിരുന്നു സൗൽ എന്ന ആ ചെറുപ്പക്കാരൻ. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, 3 ദിവസം അന്ധനായിരുന്നു പ്രാർത്ഥിച്ചു. അനനിയാസ് എന്ന ദൈവദാസൻ വന്ന് സൗലിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ചു. ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു. കണ്ണുകൾ തുറക്കപ്പെട്ടു. കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടുകയാണ്. കൈവപ്പിലൂടെ ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ചയെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:44 നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ വിജാതിരുടെ പോലും കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചു. ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വചന ശുശ്രൂഷയിൽ ആത്മാവിൻ്റെ അഭിഷേകം വിജാതിരുടെ മേൽ പോലും പകരപ്പെടുകയാണ്. വചനം കേൾക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം കേൾക്കുന്നവരിലേക്ക് പിതാവ് പകരുന്നു. തൻ്റെ ദാസരിലൂടെ കൈവപ്പിലൂടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ച ഉണ്ടാവുന്നു. ആത്മാഭിഷേകത്തിനു വേണ്ടി, കൃപാവരങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ഒക്കെ ഒരു ദാഹം നമുക്ക് ഉണ്ടാവട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ധീരനായ പൗലോസ് 2 തിമോത്തി 1:6-7 പറയുന്നുണ്ട്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച കൃപാവരം നീ ഉജ്ജ്വലിപ്പിക്കണം. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ സ്നേഹത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് അവിടുന്ന് നിങ്ങൾക്ക് തരുന്നത്. ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ ഒക്കെ ആത്മാവിനെയാണ് പിതാവ് നമുക്ക് തരുന്നത്. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ആത്മീയ വരങ്ങളെ നീ ഉജ്ജ്വലിപ്പിക്കണം. അഭിഷേകമുള്ളവരുടെ കൈവപ്പിലൂടെ ആത്മപകർച്ച സംഭവിക്കുക. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ധീരനായ പൗലോസ് അപ്പസ്തോലൻ ശക്തമായിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി വേല ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ ഉന്മൂലനം ചെയ്യുവാൻ, ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച സൗൽ ഇന്നിതാ ആത്മാഭിഷേകം പ്രാപിച്ച് ശക്തനായ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനായിട്ട് മാറുകയാണ്. സഭയിലെ ഏറ്റവും ധീരനായ വചന ശുശ്രൂഷകൻ തന്നെയായിരുന്നു പൗലോസ് അപ്പസ്തോലൻ. ഇങ്ങനെ പൗലോസ് അപ്പസ്തോലനെ രൂപപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. റോമാലേഖനത്തിന് 15-ാം അധ്യായത്തിൻ്റെ 18-19 വചനങ്ങൾ, വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മശക്തിയാലും എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചവ ഒഴികെ ഒന്നിനെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിച്ചതായി എനിക്ക് പറയുവാനുള്ളത്. യഥാർത്ഥ ദൈവരാജ്യ ശുശ്രൂഷയും അതുതന്നെയാണ്. പൗലോസ് പറയുന്നു, ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചതേ എനിക്ക് പറയാനുള്ളൂ. വാക്കാലും അടയാളങ്ങളും
അത്ഭുതങ്ങളിലൂടെയും ബലത്താൽ, ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നിലൂടെ കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. ആത്മാവിൽ ജ്വലിക്കുന്ന വ്യക്തിയായിട്ട് പൗലോസ് മാറി. ധീരനായ കർത്താവിൻ്റെ പ്രഘോഷകനായിട്ട് മാറി. ഒരു വെളിപാടിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിൻ്റെ അന്തരാത്മാവിന് പകർന്നു കൊടുക്കുകയാണ്. പൗലോസിനെ ധീരനും ശക്തനുമായ സുവിശേഷനാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച പൗലോസ് അപ്പോസ്തലന്റെ ധീരമായ സുവിശേഷ യാത്രകൾ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള വലിയ ദാഹത്തോടെ, ആത്മാക്കളെ സ്വന്തമാക്കാനുള്ള വലിയ ദാഹത്തോടെ പൗലോസ് അപ്പോസ്തലൻ ഇറങ്ങിത്തിരിക്കുകയാണ്. തൻ്റെ ജീവനും ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് പൗലോസ് തൻ്റെ സുവിശേഷ യാത്ര ധീരമായിട്ട് പൂർത്തിയാക്കുകയാണ്. അവസാനം ഇതാ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവൻ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുകയാണ്. ചരിത്രം പറയുന്നു, പൗലോസ് അപ്പോസ്തലനെ കഴുത്തുവെട്ടിയാണ് കൊന്നത്. പൗലോസ് അപ്പോസ്തലന്റെ കഴുത്തുവെട്ടി ക്രിസ്തുവിൻ്റെ ധീരനായ സാക്ഷിയായിട്ട് പൗലോസ് മാറുകയാണ്. ആത്മാവിൽ ജ്വലിക്കുന്ന അഭിഷേകത്തിൻ്റെ മനുഷ്യനായിട്ട് പരിശുദ്ധാത്മാവാണ് പൗലോസിനെ രൂപപ്പെടുത്തിയത്. പൗലോസിൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവിൻ്റെ അഭിഷേകം അത്ര വലുതായിരുന്നു. നമുക്കും ദൈവപിതാവ് വാഗ്ദാനം ചെയ്യുന്നത് പൗലോസിനും പത്രോസിനും അപ്പോസ്തലന്മാർക്കുമൊക്കെ കൊടുത്ത അതേ പരിശുദ്ധാത്മ അഭിഷേകം തന്നെയാണ്. വലിയ ദാഹത്തോടുകൂടി ആത്മാവിന് വേണ്ടി, ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പന്തക്കുസ്ത തിരുനാളിലേക്ക് അടുക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഉപവസിച്ചും തീഷ്ണമായ മണിക്കൂറുകളും ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആത്മാവിന് വേണ്ടി ആത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളുമൊക്കെ പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ രംഗത്തുള്ളവർ ഒരു പുതിയ അഭിഷേകം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മൾ വളരണം. പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. അഗ്നിയാൽ അഭിഷേകം ചെയ്യുന്ന ആ വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം, അതിൻ്റെ വില നമുക്ക് തിരിച്ചറിയണം. ആത്മാവിൻ്റെ അഭിഷേകമാണ് ഏറ്റവും വിലയുള്ളത്. വില കൊടുക്കുന്നവർക്ക് വിലയേറിയ അഭിഷേകം ഇതാ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ആത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ അയക്കണമേ. സിഹിയോൻ മാളികയെ ഇളക്കിമറിച്ച അതേ ആത്മാവിൻ്റെ കൊടുങ്കാറ്റ്, ആത്മാവിൻ്റെ തീ ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ അഗ്നി അയക്കണമേ. ആത്മാവിൻ്റെ തീ പകരണമേ. ഒരു പുത്തൻ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ജനത്തെ നയിക്കണമേ. ആത്മാവിൻ്റെ തീ പകരണമേ. ആത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതു ചൈതന്യം, അഗ്നിയിലുള്ള സ്നാനം ഞങ്ങൾ ഏറ്റുവാങ്ങട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഇന്ന് പകല് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ നട്ടലിൻ്റെ ഡിസ്ക് താഴെ ഭാഗമില്ല. അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ കുഞ്ഞിനെയുമായിട്ട് വൈകിട്ട് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയായിട്ട് സ്റ്റേജിലേക്ക് വരിക.
അവിടെ നിൽക്കുക, അങ്ങോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞിന് കർത്താവ് ഇന്നൊരു അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകി. ഉടുപ്പൊന്ന് പൊക്കി കാണിക്കാമോ? നിങ്ങൾക്ക് കാണാം ഈ കുഞ്ഞിൻ്റെ ഈ ഭാഗം കണ്ടിരിക്കുന്നുണ്ടോ? ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കുഞ്ഞിന് നട്ടല് ഡിസ്കുകൾ ജന്മന ഇല്ല. അപ്പോൾ തലച്ചോറിൽ നിന്നല്ലേ വെള്ളം വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വീർക്കുമായിരുന്നു. അപ്പോൾ അതിന് ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്നു, എന്നോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ചു. കുഞ്ഞിന് വേണ്ടി ഇവിടെ കൈയൊക്കെ വെച്ചു. കർത്താവിൻ്റെ നാമത്തിൽ ആ ഇല്ലാത്ത ഡിസ്കുകൾ വീണ്ടും പുനഃസൃഷ്ടിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ തൊട്ട് നോക്കുമ്പോൾ ജന്മന ഇല്ലാത്ത ആ നട്ടലിൻ്റെ ഡിസ്കുകൾ അവിടെ കർത്താവ് വീണ്ടും പുനഃസൃഷ്ടിച്ച ഒരത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇവിടെ നേഴ്സുമാരാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ചേച്ചി അതിനെ കൈയുയർത്തി കാണിച്ചു. ചേച്ചി വന്ന് തൊട്ടൊക്കെ നോക്കി ഡിസ്ക് അവിടെ ഉണ്ടെന്ന് നേരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എന്താ പേര്? ഡോണ. എന്ത് പറയുന്നു? അവിടെ തന്നെ ഉണ്ടോ ഡിസ്ക്? ഉണ്ട്. എൻ്റെ പേര് ഡോണ എന്നാണ്. ഞാൻ കീഴ്മാടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മക്കളിൽ മൂന്നാമത്തെ മകളാണ് ഇത്. ഞാൻ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെ സ്കാനിങ്ങിൽ മോൾക്ക് കുറേ കംപ്ലൈൻറ്റുകൾ പറഞ്ഞിരുന്നു. നട്ടെല്ലിന് പ്രശ്നമുണ്ട്, തലയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട, അബോർഷനാണ് ഇതിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഈശോ ഏതവസ്ഥയിലാണ് ഈ മോളെ തന്നെയെങ്കിലും ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അമൃതയിൽ ചെന്നപ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സും ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ കൊച്ചിനെ അബോർഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും, മോള് നടക്കൂല, തളർന്ന് തന്നെ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഏതവസ്ഥയിലാണെങ്കിലും ഞങ്ങൾ മോളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇടവകയിലും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാവരും ഈ മോൾക്ക് വേണ്ടി എന്താ പറയുക, ഒരു പ്രാർത്ഥന സമൂഹം തന്നെ ഉണ്ടായി എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. മോള് ജനിച്ചപ്പോൾ മോളുടെ കാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, തലയ്ക്ക് വലിപ്പം കൂടുതലൊന്നും ഉണ്ടായില്ല. 7 സർജറി ചെയ്തെങ്കിലും എൻ്റെ മോൾ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നു. ഇന്ന് ബ്രദറിലൂടെ യേശു എൻ്റെ മോൾക്ക് ഇല്ലാതിരുന്ന നട്ടലിൻ്റെ ഒരു ഭാഗം കൂടി വെച്ച് പിടിപ്പിച്ചു തന്നു. യേശുവിന് 1000 നന്ദി. ഒന്ന് ശ്രദ്ധിക്കുക, ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഡോക്ടേഴ്സ് ആരെങ്കിലും ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കരുമിച്ച് പിടിക്കാമോ? ലേഡി ഡോക്ടർമാരോ? ഡോക്ടറാണോ? ഒന്ന് കയറി വരാമോ? നിൽക്കാമോ? എന്താ ഡോക്ടറിന്റെ പേര്? ഡോക്ടർ ഇവാൻ ഫെർണാണ്ടസ്. ഈ മോൾക്ക് വേണ്ടി ഒന്ന് നോക്കാമോ? ഇവിടെയായിരുന്നു ഡിസ്ക് ഇല്ലാതിരുന്നത്, ഇവിടെ നിങ്ങൾ നോക്കാം. എല്ലാം അവിടെ ഡിസ്ക് ഉണ്ട്. ഈ കൈയടി കർത്താവിന് കൊടുത്താൽ പോരാ, ഒരു ശക്തമായ കൈയടി. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ ഒരു ഡോക്ടർ തന്നെയാണ് തൊട്ട് പരിശോധിച്ചിട്ട് പറയുന്നത് എല്ലാം അവിടെ ഉണ്ട്, ഡിസ്ക് അവിടെയുണ്ട്. ജന്മന ഇല്ലാത്ത ഡിസ്ക് ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം തന്നെ കർത്താവ് സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാ, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവിന് ഒരു ഡിസ്ക് സൃഷ്ടിക്കാവുന്ന നിസ്സാരമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ പറയുമ്പോൾ അത് സംഭവിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവായ യേശുവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഡോക്ടറിൻ്റെ വീട് എവിടെയാ? ആലുവയിൽ തന്നെയാണ്. ഇപ്പോൾ സേവനം ചെയ്യുന്നുണ്ടോ? ഞാൻ റിട്ടയർഡാണ്, എന്നാലും ഞങ്ങളുടെ സ്വന്തം ഹോസ്പിറ്റലിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആണ്, കണ്ണ് ഡോക്ടർ. അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. ഡോക്ടർ കയറി വന്നു, പരിശോധിച്ചു. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായില്ലേ മോളെ? ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ,
യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു